നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാനൊപ്പം ചേർന്ന് വിളവിറക്കിയ തുർക്കിയുടെ അടിവേരിളക്കുന്ന കളിയിറക്കി ഇന്ത്യ. ഇതുവരെ തുർക്കി കണ്ടിരുന്ന ഇന്ത്യയെ അല്ല ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം പാകിസ്ഥാന് നേരെ മാത്രമല്ല, തുർക്കിക്ക് നേരെയും സംഹാര താണ്ഡവം തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യ. ആയുധങ്ങൾ കൊടുത്ത് പാകിസ്ഥാനെ പരമാവധി സഹായിച്ച തുർക്കിയുടെ അടിവേര് മാന്തുന്ന നീക്കത്തിലേക്ക്, അതായത് തുർക്കി സേനയുടെ തല പിളർക്കാൻ കഴിയുന്ന കേമന്മാരെ പുറത്തേക്കിറക്കിയിട്ടുണ്ട് ഇന്ത്യ. തുർക്കിയുടെ ശത്രുക്കൾ ഇപ്പോൾ ഇന്ത്യക്ക് മുൻപിൽ ക്യൂ നിൽക്കുകയാണ്. ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രങ്ങളും അതുപോലെ തന്നെ വജ്രായുധങ്ങളും വാങ്ങിക്കൂട്ടാൻ വേണ്ടിയാണ് ഇവരുടെ തിരക്ക്. തുർക്കിയുടെ ശത്രുക്കൾക്കെല്ലാം അത് കൊടുക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. ഇതോടുകൂടി എർദോഗാന്റെ കിളി പാറിയിരിക്കുകയാണ്. കാരണം പാകിസ്ഥാനിൽ ഇന്ത്യ പുറത്തെടുത്ത സൈനിക നീക്കങ്ങൾ, അതിനുപയോഗിച്ച ആയുധ കരുത്ത്, അതെല്ലാം കണ്ട് ലോകരാജ്യങ്ങൾ പോലും ഞെട്ടിയിരിക്കുകയാണ്. ഇന്ത്യയുടെ പവർ എന്താണ് എന്ന് ലോകരാജ്യങ്ങൾക്ക് ബോധ്യപ്പെട്ട നിമിഷം. ഇതോടുകൂടി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചെടുത്ത ആയുധങ്ങളുടെ കരുത്ത് എത്രത്തോളമാണെന്ന് തുർക്കിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് തുർക്കിയുടെ ശത്രുക്കളുടെ കൈകളിലേക്ക് ഇന്ത്യയുടെ ആയുധങ്ങൾ എത്തുന്നത്. അതിലും വലിയ അടി തുർക്കിക്ക് കിട്ടാനില്ല. എർദോഗാൻ പാകിസ്ഥാന് ആയുധങ്ങൾ കൊടുത്ത് സഹായിച്ചത് പാക് ഭരണകൂടത്തോടുള്ള മമത കൊണ്ടല്ല, മറിച്ച് ഇന്ത്യയോടൊരു ചെറിയ ചൊരുക്ക് തുർക്കിക്കുണ്ട്. അതായത് ഒരു പക ഉള്ളിൽ കിടന്ന് കത്തുന്നുണ്ട് തുർക്കിക്ക്. അർമേനിയയെ പിന്തുണയ്ക്കുന്നതിന്റെ ദേഷ്യം. ഇതുകൊണ്ടാണ് പാകിസ്ഥാനെ അവർ ആയുധങ്ങൾ നൽകി സഹായിച്ചത്. എന്നാൽ ഇതിന് പകരം വെച്ചിട്ടുണ്ട്, നല്ല ഒന്നാന്തരം ചെക്ക് വെച്ചിരിക്കുകയാണ് തുർക്കിക്ക് ഇന്ത്യ. അർമേനിയയ്ക്ക് കൂടുതൽ യുദ്ധോപകരണങ്ങൾ ഉടൻ തന്നെ കൈമാറാനാണ് ഇന്ത്യയുടെ നീക്കം. ആകാശ് 1S മിസൈലിന്റെ 2ാം ബാച്ച് ഇന്ത്യയിൽ നിന്നും ഉടൻ അർമേനിയയിൽ എത്തും എന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ അനുകൂലിക്കുന്നവരുടെ എക്സ് ഹാൻഡിലുകളാണ് ഇത്തരം ഒരു വാർത്ത പുറം ലോകത്ത് എത്തിച്ചിരിക്കുന്നത്. ബ്രേക്കിംഗ്, ഇന്ത്യ ഈസ് റെഡി ടു ഷിപ്പ് സെക്കൻഡ് ബാച്ച് ഓഫ് ആകാശ് 1S മിസൈൽ സിസ്റ്റം ടു അർമേനിയ എന്നാണ് ആ പോസ്റ്റ് വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതിനോട് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ പുറത്തേക്ക് വന്നിട്ടും ഇല്ല. എന്നാൽ അമേരിക്കയിൽ നിന്ന് പുറത്തു വന്ന ഒരു വിവരമായതുകൊണ്ട് തന്നെ തുർക്കിയുടെ നെഞ്ചു കിടന്ന് പടപട ഇടിക്കുന്നുണ്ട് ഇപ്പോൾ. അർമേനിയയെ സംബന്ധിച്ചിടത്തോളം തുർക്കിയുടെ ആയുധ കരുത്ത് അവർക്കെന്നും ഒരു ഭീഷണിയാണ്. തുർക്കിയുടെ പ്രതിരോധ മികവാണ് ഇന്ത്യൻ അതിർത്തിയിൽ പക്ഷേ തകർന്നു വീണത്. ഇതോടുകൂടി തുർക്കി ഇത്രയേ ഉള്ളൂ എന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന് പ്രധാന കാരണമായി മാറിയത് റഷ്യൻ സംവിധാനങ്ങൾക്കൊപ്പം ആകാശ് മിസൈലും ഇന്ത്യക്ക് കരുത്തായി ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ അതിർത്തികളിൽ അടിച്ചു കയറി തൂഫാനാക്കി തുർക്കിയുടെ ഡ്രോണുകളെ പപ്പടമാക്കിയ ആകാശിന്റെ ഇതേ കരുത്താണ് തുർക്കിയുടെ പ്രധാന ശത്രുവായ അർമേനിയയുടെ കൈകളിലേക്ക് എത്താൻ പോകുന്നത്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധം അതിശക്തമാണെന്ന വസ്തുത ഓപ്പറേഷൻ സിന്ദൂറും തുടർ ഓപ്പറേഷനുകളും വ്യക്തമാക്കിയിട്ടുണ്ട്. അർമേനിയ അടക്കമുള്ള പല രാജ്യങ്ങളും കൂടുതൽ ആയുധങ്ങൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങാൻ സാധ്യതയുണ്ടെന്ന സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. പല കാര്യങ്ങളിൽ സമാനതകളുള്ള 2 അയൽ രാജ്യങ്ങളാണ് അസർബൈജാനും അർമേനിയയും. ഇരു രാജ്യങ്ങൾക്കും തൊട്ടടുത്തുള്ളത് ജോർജിയയും ഇറാനും തുർക്കിയും. ഇതിനു പുറമെ റഷ്യയുമായും അതിർത്തി പങ്കിടുന്നുണ്ട് അസർബൈജാൻ. പടിഞ്ഞാറ് കാസ്പിയൻ കടൽ. 95% ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്നവരുള്ള അർമേനിയയിൽ 30 ലക്ഷമാണ് ജനസംഖ്യ. അസർബൈജാനിൽ 1 കോടിയാണ് ജനസംഖ്യ. അതിൽ 99% മുസ്ലിങ്ങൾ. മുൻ സോവിയറ്റ് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ റഷ്യയ്ക്ക് റോളുണ്ട്, താൽപര്യവുമുണ്ട്. തുർക്കിക്കുമുണ്ട് രാഷ്ട്രീയവും സാമ്പത്തികവുമായ താൽപര്യങ്ങൾ. കയ്യേറ്റം ചെയ്യപ്പെട്ട പ്രദേശങ്ങളെ സ്വന്തമാക്കാനും സ്വന്തം മണ്ണ് സംരക്ഷിക്കാനുമുള്ള അസീറി സഹോദരങ്ങളുടെ പോരാട്ടത്തിനൊപ്പമാണ് ഞങ്ങൾ എന്ന തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്യിബ് എർദോഗാന്റെ പഴയ വാക്കുകൾ സൂചിപ്പിക്കുന്നത് അതുതന്നെയാണ്. സംഘർഷത്തിൽ അസർബൈജാനൊപ്പമാണ് തങ്ങളെന്ന സംശയമേതുമില്ലാതെ തുർക്കി വെളിവാക്കി കഴിഞ്ഞിട്ടുമുണ്ട്. ഒരു ദേശീയതയും 2 രാജ്യങ്ങളുമെന്നാണ് ഇരു രാജ്യങ്ങളെയും ഞങ്ങൾ വിശേഷിപ്പിക്കാറുള്ളത്. അവിടെ നടക്കുന്നത് എന്തും ഞങ്ങളെയും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. അത് ഞങ്ങളുടെ അതിർത്തികളെയും പ്രദേശത്തെയും ബാധിക്കും. തുർക്കി പല തവണയായി വ്യക്തമാക്കിയ നിലപാടാണ് ഇത്. തുർക്കിയുടെ പിന്തുണ അസർബൈജാൻ എല്ലാ കാലത്തും കരുത്താണ്. അർമേനിയയ്ക്ക് പരോക്ഷമായി റഷ്യയുടെ പിന്തുണയുണ്ട്. എന്നാൽ അവർ ഒരിക്കലും അവരെ സൈനികമായി സഹായിക്കുന്നില്ല. എന്നാൽ അസർബൈജാനെ തുർക്കി എല്ലാ അർത്ഥത്തിലും സഹായിക്കുന്നുമുണ്ട്.
അസർബൈജാനും അർമേനിയയും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് തുർക്കി കടന്നു വന്നത് 2016 യുദ്ധത്തിന് ശേഷമാണ്. 2020 വീണ്ടും ഇരു രാജ്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ തുർക്കി അസർബൈജാന് പിന്തുണ നൽകി. സാംസ്കാരികതയാണ് ഇരു രാജ്യങ്ങളെയും ചേർത്ത് നിർത്തുന്നത്. ഭൂരിപക്ഷം അസീറിയൻ ജനതയും വംശീയമായി തുർക്കികളാണ് എന്ന കാരണമായിരുന്നു അന്ന് തുർക്കി അതിന് കാരണം പറഞ്ഞത്. അസർബൈജാനുമായി അതിർത്തി പങ്കിടുന്ന രാജ്യം എന്നതിന് പുറമെ അവരുടെ ഭാഷ തമ്മിലും സാമ്യമുണ്ട്. തുർക്കിയിൽ നിന്നും ഇസ്രയേലിൽ നിന്നും അസർബൈജാന് ആയുധ സഹായം ലഭിക്കുന്നുണ്ട്. 2020 സംഘർഷത്തിൽ അത്യാധുനിക ഡ്രോണുകളടക്കം വലിയ അളവിൽ ആയുധ സഹായം അസർബൈജാന് തുർക്കി നൽകി. അന്ന് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്ന ഉടമ്പടി ഉണ്ടാകുന്ന ഘട്ടത്തിൽ റഷ്യയുടെ മധ്യസ്ഥതയ്ക്ക് പുറമെ തുർക്കിയും രംഗത്ത് വന്നു. തുർക്കിയുടെ ആയുധങ്ങൾ അസർബൈജാന് വലിയ അനുഗ്രഹം തന്നെയാണ്. അതാണ് അവരുടെ കരുത്തും. തുർക്കിക്കും അസർബൈജാനുമിടയിൽ റോഡ് നിർമ്മിക്കാനും റഷ്യയുമായി ചേർന്ന് അവരുടെ സമാധാന വാഹക സംഘത്തെ അയക്കുമെന്നും തുർക്കി ഉറപ്പു നൽകി. സിറിയൻ സൈനികരെ തുർക്കി അർമേനിയക്കെതിരെ പോരാടാൻ ഇളക്കി വിടുന്നു എന്ന ആരോപണമുണ്ട്. എന്നാൽ ഇത് അസർബൈജാനും തുർക്കിയും നിഷേധിക്കാറാണ് പതിവ്. അസർബൈജാനിൽ നിന്ന് എണ്ണയും വാതകവും ഇറക്കുമതി ചെയ്യുന്ന പ്രധാന രാജ്യമാണ് തുർക്കി. തുർക്കിയിലെ പ്രധാന നിക്ഷേപകരാണ് അസർബൈജാൻ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൽ തുർക്കിയുടെ നിലപാടിനൊപ്പമാണ് പാകിസ്ഥാൻ എന്നതും ശ്രദ്ധേയമാണ്. അങ്ങനെ ആരുമില്ലാത്ത അർമേനിയയെ ഇന്ത്യ സഹായിക്കാൻ കൂടുതൽ ശക്തമായ തീരുമാനം വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് സൂചനകൾ. അർമേനിയ ഇന്ത്യയിൽ നിന്ന് പലതവണ ആയുധങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ആയുധങ്ങൾ വിന്യസിച്ചിരിക്കുന്ന സ്ഥാനങ്ങൾ കൃത്യമായി നിർണ്ണയിക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ 4 സ്വാതി റഡാറുകൾ അർമേനിയ 2020 വാങ്ങിയിരുന്നു. ഇതിന് പുറമെ കഴിഞ്ഞ 2022 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകളായ പിനാകയും ടാങ്കുകൾ കണ്ടെത്തി നശിപ്പിക്കാൻ കഴിയുന്ന കോൺകൂർ മിസൈലുകളും അർമേനിയ വാങ്ങിയിരുന്നു. ഇന്ത്യയും അർമേനിയയും തമ്മിലുള്ള വളർന്നുവരുന്ന പ്രതിരോധ സഹകരണം മേഖലയിലെ മാറിക്കൊണ്ടിരിക്കുന്ന ഭൗമരാഷ്ട്രീയ ചലനാത്മകതയെ അടിവരയിട്ട് കാണിക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളും അവരുടെ തന്ത്രപരമായ സ്വാധീനം വികസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അർമേനിയയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായുള്ള പങ്കാളിത്തം വിപുലമായ സൈനിക ശേഷികൾ മാത്രമല്ല, കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്കും പ്രാദേശിക സുരക്ഷയിലേക്കും ഒരു പുതിയ നയതന്ത്ര സാമ്പത്തിക പാതയും വാഗ്ദാനം ചെയ്യുന്നുവെന്നാണ് വിലയിരുത്തൽ. ഇത്തരത്തിൽ ഇപ്പോൾ ആകാശ് മിസൈൽ സംവിധാനങ്ങൾ കൂടി അർമേനിയയ്ക്ക് കൊടുക്കാൻ ഇന്ത്യ തീരുമാനിച്ചു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ അത് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. കാരണം അസർബൈജാനും തുർക്കിയിൽ നിന്ന് ഡ്രോണുകൾ വാങ്ങിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ വാങ്ങിയ അതേ ഡ്രോണുകൾ. ഇതാണ് ആകാശ് മിസൈലുകൾ തകർത്തെറിഞ്ഞ് പാകിസ്ഥാനെ ഛിന്ന ഭിന്നമാക്കിയത്. അങ്ങനെയെങ്കിൽ ആകാശ് മിസൈലുകൾ അർമേനിയയുടെ കൈകളിലേക്ക് എത്തുമ്പോൾ അത് അസർബൈജാനെയും അതുപോലെ തന്നെ തുർക്കിയെയും സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഉണ്ടാക്കും. തീർന്നില്ല, തുർക്കിക്ക് വടി വെട്ടിയിട്ടേ ഉള്ളൂ ഇന്ത്യ. പല രീതിയിലാണ് തുർക്കിക്കെതിരെ ഇന്ത്യ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാന് പിന്തുണ നൽകുന്ന തുർക്കിക്കെതിരെ കടുത്ത നടപടിയുമായി വീണ്ടും കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. തുർക്കി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനിയായ ജലബി എയർപോർട്ട് സർവീസസിന് ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. ജലബി എയർപോർട്ടിന്റെ സെക്യൂരിറ്റി ക്ലിയറൻസ് ആണ് കേന്ദ്ര സർക്കാർ റദ്ദാക്കിയത്. ദേശീയ സുരക്ഷ മുൻനിർത്തിയാണ് കമ്പനിക്ക് നൽകിയ സെക്യൂരിറ്റി ക്ലിയറൻസ് റദ്ദാക്കുന്നതെന്ന് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ജോയിന്റ് ഡയറക്ടർ സുനിൽ യാദവ് പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. മുംബൈ, ഡൽഹി, ഹൈദരാബാദ്, കൊച്ചി, ചെന്നൈ തുടങ്ങി ഇന്ത്യയിലെ പ്രധാന വിമാനത്താവളങ്ങളിലെല്ലാം ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഓപ്പറേഷൻ ചെയ്യുന്ന പ്രമുഖ കമ്പനിയാണ് ജലബി എയർപോർട്ട് സർവീസസ്. തുർക്കിയിലെ ഇസ്താംബുൾ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജലബി ഏവിയേഷൻ ഹോൾഡിംഗ് കമ്പനിയുടെ ഭാഗമായുള്ള ജലബി എയർപോർട്ട് സർവീസസ് ഇന്ത്യ രാജ്യത്തെ പ്രധാന വിമാനത്താവളങ്ങളിലെല്ലാം ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സർവീസുകൾ കൈകാര്യം ചെയ്യുന്നവരാണ്. മുംബൈ വിമാനത്താവളത്തിന്റെ 70% ഗ്രൗണ്ട് ഓപ്പറേഷൻസും തുർക്കി കമ്പനിയാണ് കൈകാര്യം ചെയ്യുന്നത്. ജനറൽ ഏവിയേഷൻ സർവീസ്, പാസഞ്ചർ സർവീസ്, കാർഗോ, പോസ്റ്റൽ സർവീസ്, വെയർഹൌസ് ആൻഡ് ബ്രിഡ്ജ് ഓപ്പറേഷൻ തുടങ്ങിയ ഗ്രൗണ്ട് ഓപ്പറേഷൻസുകൾക്കെല്ലാം കമ്പനി കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ വീണ്ടും തുർക്കിയുടെ ഒരു കമ്പനി പൂട്ടിച്ചിരിക്കുകയാണ് ഇന്ത്യ.